എന്തുകൊണ്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊരു തോന്നൽ വരുന്നത്? നമുക്കതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ചില രാത്രികളിൽ എല്ലാ ജോലിയും കഴിഞ്ഞേ കിടക്കാൻ നേരം മനസ്സിലൊരു ഭാരം പോലെ ഒരു ചിന്ത വന്ന് നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതിന്ന് കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാർ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈയൊരു ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? ഇതിന്റെ ഒരു കാരണം മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. സ്വന്തമായൊരു വീട്, അത് ഇന്ന് ഒരു സ്വപ്നം മാത്രമായി മാറുന്നുണ്ടോ? നമുക്ക് അരുണിനെ പരിചയപ്പെടാം. എറണാകുളത്തെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരൻ. അരുണിന്റെ മാസശമ്പളം ഒരു 45,000 രൂപയാണ്. നാട്ടിലുള്ള അച്ഛനും അമ്മയുമൊക്കെ അഭിമാനത്തോടെ പറയും, മോന് IT കമ്പനിയിലാ ജോലിയെന്ന്. ഒരു ദിവസം രാത്രി അരുൺ വെറുതെ ഇൻഫോ പാർക്കിനടുത്തുള്ള ഒരു 1 BHK ഫ്ളാറ്റിന്റെ വില നോക്കി. 65 ലക്ഷം രൂപ! ശരി, ഒരു ലോൺ എടുക്കാമെന്ന് വെച്ചാലോ? ഒരു 10 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ പോലും ബാക്കി തുകയുടെ മാസ അടവ്, അതായത് EMI, ഏകദേശം 50,000 രൂപ വരും. അവന്റെ മാസശമ്പളത്തെക്കാളും കൂടുതൽ. ഇതാണ് യഥാർത്ഥ പ്രശ്നം. കഴിഞ്ഞൊരു 12 വർഷം കൊണ്ട് നമ്മുടെയൊക്കെ ശമ്പളം ഒരു 30% കൂടിയിട്ടുണ്ടാകും. പക്ഷേ വീട് പോലെയുള്ള ആസ്തികളുടെ വിലയോ അത് ഇരട്ടിയിലധികമായി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വരുമാനം വിലക്കയറ്റത്തിനു പിന്നാലെ ഓടിത്തളരുകയാണ്. ഈ കണക്കുകളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, മനസ്സിൽ ഒരു തരം നിരാശ വരും, ഒരു ഭയം. നമുക്ക് ആ പേരിടാത്ത ഭയത്തെ ഒന്ന് അടുത്തറിയാം. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ ഫിനാൻഷ്യൽ നിഹിലിസം എന്ന് പറയുന്നത്. അതായത് ഈ സാമ്പത്തിക വ്യവസ്ഥ നമുക്കെതിരെയാണ്. അതുകൊണ്ട് പണം സേവ് ചെയ്യുന്നതിലും ഭാവി പ്ലാൻ ചെയ്യുന്നതിലുമൊന്നും ഒരു കാര്യവുമില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ട് കിട്ടുന്ന പണത്തിന് ഇന്നങ്ങ് ജീവിച്ചേക്കാം. ഇത് കേൾക്കുമ്പോൾ വലിയൊരു തിയറിയായിട്ടൊക്കെ തോന്നാം. പക്ഷെ സത്യത്തിൽ നമ്മുടെയെല്ലാം മനസ്സിൽ വരുന്ന ചിന്ത വളരെ സിമ്പിളാണ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സേവ് ചെയ്തിട്ട് അവസാനം എന്ത് ഫലം? ഓക്കെ, അപ്പോൾ വലിയ ലക്ഷ്യങ്ങളൊന്നും നടക്കില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ ശമ്പളം എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മാസത്തെ സാധാരണ ചെലവുകൾ ഒന്ന് നോക്കിയേ. വീട്ടുവാടക, അത്യാവശ്യ സാധനങ്ങൾ, വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ, ഇടയ്ക്ക് ഓൺലൈനായി ഫുഡ് ഓർഡർ ചെയ്യാൻ, പിന്നെ നമ്മൾ അറിയാതെ പോകുന്ന നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലെയുള്ള സബ്സ്ക്രിപ്ഷനുകൾ. മാസം പകുതിയാകുമ്പോഴേക്കും ശമ്പളത്തിന്റെ വലിയൊരു ഭാഗവും എങ്ങോട്ട് പോയി എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ഇതിന്റെയൊക്കെ കൂടെയാണ് പുതിയൊരു കെണി വന്നിരിക്കുന്നത്, UPI. ഇപ്പോൾ പൈസ ചെലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? ഒരു 4 അക്ക പിൻ അടിച്ചാൽ മാത്രം മതി. പണ്ടൊക്കെ ATMൽ പോയി കാശെടുത്ത് ആ നോട്ടുകൾ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഇനി ഏറ്റവും വലിയ പ്രഷർ വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഗൾഫിൽ പോയി 21-ാം വയസ്സിൽ വീട് വച്ചവൻ, 22-ാം വയസ്സിൽ പുത്തൻ കാർ വാങ്ങിയ കൂട്ടുകാരി, ക്രിപ്റ്റോയിൽ നിന്ന് ലക്ഷങ്ങളുണ്ടാക്കിയവൻ, പണ്ടത്തെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയില്ലേ, അതിപ്പോ ഇൻസ്റ്റാഗ്രാമിലെ ഓരോരുത്തരുമാണ്. ഈ താരതമ്യം നമ്മളെ വല്ലാതെ തളർത്തുന്നുണ്ട്. അപ്പോ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്തുവരാൻ ഒരു വഴിയുണ്ടോ? തീർച്ചയായുമുണ്ട്. പക്ഷേ അതൊരു മാന്ത്രിക വഴിയല്ല. നമുക്ക് യാഥാർത്ഥ്യബോധമുള്ള ഒരു വഴിയെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മാസം 1000 രൂപയുടെ ഒരു SIP തുടങ്ങിയതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒറ്റയടിക്കങ്ങ് മാറാനൊന്നും പോകുന്നില്ല. പക്ഷേ അത് നിങ്ങളിൽ ഒരു നല്ല ശീലമുണ്ടാക്കിയെടുക്കും. അതാണ് പ്രധാനം. ശരി, എങ്ങനെ ഒരു റിയലിസ്റ്റിക് പ്ലാൻ തുടങ്ങാം? 3 ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. ശമ്പളം കിട്ടുന്ന അന്ന് തന്നെ ഒരു ചെറിയ ഭാഗം നിക്ഷേപിക്കുക, എന്നിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് ജീവിക്കുക. 2. ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ റിയലിസ്റ്റിക് ആവുക. ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി കുറച്ചു പണം മാറ്റിവെക്കുക, അത് കുറ്റബോധമില്ലാതെ തന്നെ ചെലവഴിക്കുക. 3. നിങ്ങളുടെ 20കളിൽ വലിയ ലോണുകൾ, പ്രത്യേകിച്ച് വീട് വയ്ക്കാനോ ഫ്ളാറ്റ് വാങ്ങാനോ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു വലിയ EMI ചെറുപ്പത്തിലെ നിങ്ങളെ ഒരിടത്ത് കെട്ടിയിടരുത്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സാമ്പത്തിക സമ്മർദ്ദം, അത് നിങ്ങളുടെ മാത്രം തെറ്റല്ല. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ കൂടി ഒരു പ്രശ്നമാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരു വഴി കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം, അത് തീർച്ചയായും നമ്മുടേത് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വെറുതെ പ്രതികരിച്ചോടുകയാണോ, അതോ വ്യക്തമായ ഒരു പ്ലാനോടുകൂടി ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുകയാണോ? തീരുമാനം നിങ്ങളുടേതാണ്.